പെന്തക്കോസ്ത ദിനത്തിൽ പരിശുദ്ധാത്മാവ് അപ്പസ്തലന്മാരുടെ മേൽ ഇറങ്ങി വന്നു. ഭയന്നിരുന്ന ഹൃദയങ്ങളെ അവിടുന്ന് ധൈര്യത്താലും വിശ്വാസത്താലും നിറച്ചു. ഇന്നും പരിശുദ്ധാത്മാവ് തന്റെ ഫലങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു. ആദ്യ ഫലം സ്നേഹം. പരിശുദ്ധാത്മാവിന്റെ ആദ്യ ഫലം സ്നേഹമാണ്. പ്രതിഫലം പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഹൃദയം. തിരുവചനത്തിൽ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 35-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവേൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവേൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. നിത്യജീവൻ അവകാശമാക്കാൻ എന്തു ചെയ്യണം എന്ന ചോദ്യവുമായി ക്രിസ്തുവിനെ പരീക്ഷിക്കാനെത്തിയ ഒരു നിയമജ്ഞനോട് സ്നേഹത്തിന്റെ പ്രവൃത്തികളാണ് സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി എന്ന് ഈശോ പറയുന്നു. അതിനുദാഹരണമായി അവിടുന്ന് നൽകുന്നത് നല്ല സമരിയാക്കാരന്റെ ഉപമയാണ്. നല്ല സമരിയാക്കാരനെ പോലെ എല്ലാവരെയും പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക. അതാണ് യഥാർത്ഥ സ്നേഹം. രണ്ടാം ഫലം സന്തോഷം. പരിശുദ്ധാത്മാവിന്റെ രണ്ടാം ഫലം സന്തോഷമാണ്. സമ്പത്തിന്റെയോ വിജയത്തിന്റെയോ അടിസ്ഥാനത്തിലുള്ള സന്തോഷമല്ല ഇത്. ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിന്നുള്ള ആനന്ദമാണ്. തിരുവചനത്തിൽ ഫിലിപ്പിയരുടെ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവേൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവേൻ. ബൈബിളിൽ തടവറയിലായിരിക്കുമ്പോഴും പൗലോസും സീലാസും ദൈവത്തെ സ്തുതിച്ച് ഗാനങ്ങൾ പാടി അവിടുത്തെ മഹത്വപ്പെടുത്തി. കഷ്ടതകളുടെ നടുവിലും അവർ സന്തോഷം തിരഞ്ഞെടുത്തു. പരിശുദ്ധാത്മാവ് നൽകുന്ന സന്തോഷം ഒരു സാഹചര്യത്തിനും കവർന്നെടുക്കാനാവില്ല. ഈ പെന്തക്കോസ്ത ദിനത്തിൽ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. സ്നേഹിക്കാനുള്ള ഹൃദയവും സന്തോഷത്തോടെ ജീവിക്കാനുള്ള കൃപയും അവിടുന്ന് നമ്മിൽ നിറയ്ക്കട്ടെ. പ്രാർത്ഥന: വരണമേ പരിശുദ്ധാത്മാവേ, വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. ആമേൻ.